നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് എക്സാക്ട്ലി ഒരു കമ്പ്യൂട്ടറിനെ പോലെ തന്നെയാണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിൽ നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതേ രീതിയിലുള്ള ഔട്ട്പുട്ടാണ് കമ്പ്യൂട്ടറിൻ്റെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡിനകത്ത് നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് ആ രീതിയിലുള്ള ഔട്ട്പുട്ടാണ് നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഔട്ട്പുട്ടാണ് വരിക, നെഗറ്റീവായിട്ടുള്ള ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഔട്ട്പുട്ടാണ് വരിക. സോഷ്യൽ മീഡിയയുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റിലുമുള്ള ഈ ഒരു നെഗറ്റീവ് ഇൻപുട്ടുകളാണ്. ഏതൊക്കെ രീതിയിലാണ് നെഗറ്റീവ് ഇൻപുട്ടുകൾ നമ്മുടെ അകത്തേക്ക് വരുന്നതെന്ന് നോക്കാം. നമ്മൾ കാണുന്നതും വായിക്കുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള 95% ന്യൂസുകളും നെഗറ്റീവ് ഇൻപുട്ടുകളാണ് നമുക്ക് തരുന്നത്. നമ്മുടെ ചുറ്റിലുമുള്ള നെഗറ്റിവിറ്റി മാത്രം സംസാരിക്കുന്ന ആൾക്കാരിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള ഇൻപുട്ടുകളാണ് നമുക്ക് കിട്ടുന്നത്. സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകളിൽ 95% കമൻറ്റുകളും നെഗറ്റീവ് ഇൻപുട്ടുകളാണ് നമുക്ക് തരുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നമ്മളോടാണ്. നമ്മുടെയും മറ്റുള്ളവരുടെയും കുറവുകൾ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ അകത്തേക്ക് നെഗറ്റീവ് ഇൻപുട്ടാണ് പാസ് ചെയ്യുന്നത്. കുറവുകൾ കാണുന്നതിന് പകരം അവരുടെ കഴിവുകളിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. നെഗറ്റീവ് ഉള്ളടക്കമുള്ള സിനിമകളും പ്രോഗ്രാമുകളും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ അകത്തേക്ക് നെഗറ്റീവ് ഇൻപുട്ടുകൾ പാസ് ചെയ്യുന്നു. ഈ നെഗറ്റീവ് ഇൻപുട്ടിനെതിരെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒരു കവചം തീർത്തില്ലെങ്കിൽ നമ്മളും നമ്മുടെ ചുറ്റിലും നടക്കുന്ന ഈ നെഗറ്റീവ് ഇൻപുട്ടുകളുടെ ഒരു പ്രൊഡക്റ്റായിട്ട് മാറും. നമ്മൾ എന്ത് കാണണം, എന്ത് കേൾക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മളെ മാത്രമായിരിക്കണം. സോഷ്യൽ മീഡിയയോ ന്യൂസ് ഏജൻസികളോ നമുക്ക് ചുറ്റിലുമുള്ള നെഗറ്റീവ് സംസാരിക്കുന്ന ആൾക്കാരോ ആയിരിക്കരുത്.